വാനില കപ്പ് കേക്കാണ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 4 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ആ ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വരും. ഒരു ക്രീം കളറാകുമ്പോൾ നമുക്കിതിലേക്ക് 200 ഗ്രാം പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് വേണം ബീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അടുത്തത് നമുക്ക് ചേർക്കേണ്ടത് 200 ml സൺഫ്ലവർ ഓയിലാണ്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്താൽ മതി. ഓവർ ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം മൈദയാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് അരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ജെന്റ്ലി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഫോൾഡ് ചെയ്ത മാവിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കുക. അതും റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഓവൻ 180 ഡിഗ്രിയിൽ ചൂടാക്കാനായിട്ട് വെക്കണം. ഇതുപോലെയുള്ള കപ്പിലേക്ക് നമുക്ക് പകുതി നിറയുന്നത് വരെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയും കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ തണുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ക്രീം ഉണ്ടെങ്കിൽ ക്രീം ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ക്രീം കുറേ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.